അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും ന്യൂസ് മലയാളത്തോടൊപ്പം തുടരുന്നുണ്ട് കേട്ടോ. ജയശീലൻ, വിഷ്ണു, പ്രജീഷ്, സുജീഷ്, അഖിൽ ഹരിദാസ് ഒക്കെ നമുക്ക് ന്യൂസ് മലയാളത്തിന് നല്ല ആശംസ നേരുന്നുണ്ട്. ചാനലിൽ മൊത്തം അടിപൊളിയായല്ലോ എന്നാണ് എല്ലാവരുടെയും കമൻസ് ഒക്കെ. അപ്പോൾ ചാനലിൽ കാണാൻ പോകുന്നേ ഉള്ളൂ, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വരും മണിക്കൂറുകളിലൊക്കെ സെറ്റായിട്ടുള്ള സാധനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. അപ്പോൾ പ്രജീഷ് പറഞ്ഞിട്ടുണ്ട്, കമൻസ് ഒക്കെ വായിക്കുന്നത് നല്ലതാണ് ചെയ്തു. കമൻസ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ചാനൽ ആകെ പുതിയതായല്ലോ എന്ന് ബാഹുലേയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തുടരുക, പ്രേക്ഷകരൊക്കെ ന്യൂസ് മലയാളത്തോടൊപ്പം തുടരുക. കാരണം ഒത്തിരി വാർത്തകൾ നിങ്ങളെക്കാത്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് ന്യൂസ് മലയാളം ഇത് ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോയാൽ, അടുത്ത വാർത്തയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. കാരണം സംസ്ഥാനത്ത് ഇന്ന് മുതൽ പരീക്ഷാകാലമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പരീക്ഷാകാലമാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കൊക്കെ ഇന്ന് തുടക്കമാകുന്നുണ്ട്. 4,27,000 വിദ്യാർത്ഥികൾ സംസ്ഥാനത്തെ 2,964 കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നമ്മുടെ അഞ്ജു ജയപ്രകാശ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും ചേരുന്നുണ്ട്. അഞ്ജു, സഹിൻ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം അഞ്ജുവിലേക്ക് പോവാണ്. അഞ്ജു, പരീക്ഷാകാലമാണ്, SSLC പരീക്ഷ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് സഹിനി. എനിക്ക് സഹിനെ എല്ലാ സമയവും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടാറില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സഹിൻ ഗുഡ് മോർണിംഗ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സഹിൻ ഇന്ന് സെപ്പറേറ്റ് ഒരു ഗുഡ് മോർണിംഗ് പറയണമെന്ന് വെച്ചിട്ടിരിക്കുമായിരുന്നു. ഓക്കെ, ഞാനപ്പോൾ ആദ്യം അഞ്ജുവിലേക്ക് പോവാം. അഞ്ജു, പരീക്ഷാകാലമാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഭയപ്പെടുത്തിയ ഒരു കാലം, നമുക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കും അങ്ങനെ തന്നെയായിരിക്കും പരീക്ഷ. അപ്പോൾ എന്താണ് തിരുവനന്തപുരത്തെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? പിന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിനെയൊക്കെ സംബന്ധിച്ച് അത്രയും, വിദ്യാഭ്യാസ വകുപ്പിനെ മാത്രമല്ല നമ്മളെയൊക്കെ സംബന്ധിച്ചും അത്രയും നല്ലൊരു മൂഡിലല്ല നമ്മൾ ഈ സ്കൂളുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വാർത്തകളിലൊക്കെ. പക്ഷേ ഇന്ന് SSLC പരീക്ഷയാണ്. കുട്ടികളൊക്കെ ഉഷാറല്ലേ, അടിപൊളിയല്ലേ? ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഫുൾ സെറ്റല്ലേ തിരുവനന്തപുരം? ഗുഡ് മോർണിംഗ് സേതു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഗേൾസിൻ്റെ കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ അധ്യാപകരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ അതിൻ്റേതായിട്ട് ക്രമീകരണങ്ങളുടെ തിരക്കുകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി. നമുക്ക് ഈ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഈ SSLC +2 പരീക്ഷയുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് ഒരുവിധ സമ്മർദ്ദങ്ങളും കൊടുക്കാതെ തന്നെ ഇത്തവണത്തെ കുട്ടികളുടെ പരീക്ഷയൊക്കെ നടത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധ്യാപകരൊക്കെ നേരത്തെ തന്നെ എത്തി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അധ്യാപകരിവിടെ ഉണ്ട്. ടീച്ചറെ, എന്തൊക്കെയായി? നമ്മുടെ സ്കൂളിൽ 487 കുട്ടികളാണ് ഇന്ന് SSLC പരീക്ഷ എഴുതുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുട്ടികൾ വരിക, അവരുടെ ആശങ്ക അകറ്റിക്കൊണ്ട് അവരെ പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. എല്ലാ പരീക്ഷാ ജോലികളും എല്ലാം ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇന്ന് മലയാളം പരീക്ഷയാണ്. മലയാളം, സംസ്കൃതം, തമിഴ്, അഡീഷണൽ ഇംഗ്ലീഷ്, അങ്ങനെയാണ് ഇന്നത്തെ വിഷയം വന്നിരിക്കുന്നത്. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് SSLC പരീക്ഷ തുടങ്ങാം. ഈ SSLC ഒക്കെയാണ്, അപ്പോൾ വളരെ സമ്മർദ്ദത്തോടു കൂടിയൊക്കെ ആയിരിക്കുമല്ലോ കുട്ടികൾ വരിക. അപ്പോൾ ഇതിന് മുമ്പ് എന്തെങ്കിലും മോട്ടിവേഷൻ നൽകുന്ന തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്തു? മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. പരീക്ഷാ പേടിയകറ്റാനുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ക്ലാസ്സിലെ ടീച്ചേഴ്സിൻ്റെയും പ്രത്യേക അസംബ്ലി നടത്തി അവർക്ക് വേണ്ട എല്ലാ അവരുടെ ആശങ്ക അകറ്റാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരീക്ഷ പേടിയില്ലാതെ വന്ന് എഴുതാനുള്ള ഒരു മാനസിക ധൈര്യം അവർക്ക് നൽകാനുള്ള എല്ലാ സഹായവും ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. താങ്ക് യു ടീച്ചറെ. അപ്പോൾ ഇതാണ് സേതു അധ്യാപകരും പറയുന്നത്. ഇന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്ന സിറ്റിയിലെ ഒരു സ്കൂൾ കൂടിയാണിത്. പക്ഷേ അതുപോലെ തന്നെ ഒരു കുട്ടി മാത്രം പരീക്ഷ എഴുതുന്ന ജില്ലയിൽ, തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിൽ ഫോർട്ട് ഗവൺമെൻറ് സംസ്കൃത HSSൽ ഒരു കുട്ടി മാത്രമാണ് പരീക്ഷ എഴുതുന്നത്. ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചത് പോലെ 800-ൽ പരം കുട്ടികളാണ് ഈ SSLC പരീക്ഷയ്ക്ക് എത്തുന്നത്. തിരുവനന്തപുരം SSLC പരീക്ഷയ്ക്ക് ഫുൾ സെറ്റാണ്. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് അഞ്ജു ജയപ്രകാശ് നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് നമ്മൾ പോയാൽ സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഈ SSLC പരീക്ഷയെക്കുറിച്ച് പറയുമ്പോഴത്തേനും സഹിൻ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്, ഗുഡ് മോർണിംഗ്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഓർമ്മിച്ചെടുക്കാൻ ഒത്തിരി പ്രയാസപ്പെടുമെന്ന് എനിക്കറിയാം SSLC പരീക്ഷയുടെ ആ ഓർമ്മകൾ. അപ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മ നമ്മൾ രണ്ടുപേർക്കും ഒരേ പ്രായമായതുകൊണ്ട് പ്രശ്നമില്ല.
അതിന്റെ മറുപടി ഞാൻ പിന്നെ പറയാം കേട്ടോ. പ്രായമാണല്ലോ, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും പുറത്തെടുക്കാൻ ഇത്തിരി വൈകും. ശരിയാ ഞാൻ ആധാർ കാർഡ് പുറത്തു വിടും കേട്ടോ സഹിൻ ആന്റണി. ഞാൻ നമുക്ക് വിശേഷങ്ങൾ വേണം. പറയൂ. ഞാൻ ഈ നിൽക്കുന്ന സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, എടക്കൊച്ചി ഗവൺമെൻറ് ഹൈസ്കൂള്. ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ച് ഇങ്ങനെ നല്ലൊരു നിലയിലെത്തിയത്. എന്തായാലും സേതു, ഇന്ന് ഈ SSLC പരീക്ഷ എഴുതുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കണം. ഇന്ന് പരീക്ഷ എഴുതാൻ അന്നും ഞാൻ ഇതേപോലെ വന്നിരുന്നു. SSLCക്ക് പരീക്ഷ എഴുതാൻ വലിയ ടെൻഷനായിരുന്നു. എറണാകുളം ജില്ലയിലെ ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നത് 32,993 കുട്ടികളാണ്. അതിൽ തന്നെ 325 കേന്ദ്രങ്ങളുണ്ട്. 4 വിദ്യാഭ്യാസ ജില്ലകളാണ്: ആലുവ, എറണാകുളം, ഒപ്പം തന്നെ കോതമംഗലം, മൂവാറ്റുപുഴ. ഈ 4 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായിട്ട് 32,993 വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതും. എന്തായാലും പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. ടീച്ചർമാരൊക്കെ കാണുന്നത് പോലെ അവർക്ക് വേണ്ടിയുള്ള നടപടികൾ, നമ്മുടെ കുട്ടികളെയൊക്കെ വരവേൽക്കാൻ വേണ്ടി, അവർക്ക് പരീക്ഷ പേടിയില്ലാതിരിക്കാൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ ടീച്ചർമാരൊക്കെ ഇവിടെ നിന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ഗവൺമെൻറ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ. പക്ഷെ അതെല്ലാം മറികടന്ന് നന്നായി കുട്ടികളെ പരീക്ഷ എഴുതാനും ഒപ്പം തന്നെ കുട്ടികളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ ടീച്ചർമാർക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. ടീച്ചർ, എങ്ങനെയുണ്ട് കുട്ടികളെയൊക്കെ പരീക്ഷ എഴുതാനുള്ള ഭയമൊക്കെ അങ്ങോട്ട് കളയാൻ പറ്റി? അതെ, പൂർണ്ണമായിട്ടും. അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയമൊന്നുമില്ല, ടെൻഷനും ഇല്ല. അവർ സെറ്റാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. അവർ തയ്യാറായി ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തും. അപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. പിന്നെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ടെൻഷനില്ലാതെ ക്ലാസ് വിജയം മുഴുവൻ കുട്ടികൾക്കും നേടിക്കൊടുക്കാൻ പറ്റും, അങ്ങനെ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആ ചിരിയൊക്കെ ടീച്ചർ ചിരിച്ചുകൊണ്ട് തന്നെ. ടീച്ചർ, എങ്ങനെയുണ്ട്? എല്ലാവരും നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റൂലേ? പിന്നില്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഒരു പേടിയില്ല, സന്തോഷത്തോടെ വന്ന് എഴുതുന്നു. അവർ പാസ്സാകാറുണ്ടല്ലോ, എല്ലാവരും തോക്കാറില്ലാരും. 100% വിജയമായിരിക്കും. ടീച്ചറെ, ഈ പ്രധാനമായിട്ടും ഇന്ന് പരീക്ഷ ആരംഭിക്കാൻ നേരത്ത് ഇന്നൊരു ദിവസമായിരിക്കും കൂടുതൽ സ്ട്രഗ്ലിംഗ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ഒരു പ്രധാന ബുദ്ധിമുട്ടുകളൊക്കെ എന്ന് പറയുന്നത്? ഇന്നിപ്പോൾ കുട്ടികൾ ആ കറക്റ്റ് സമയത്ത് എത്തിച്ചേരുക, പിന്നെ അവരുടെ ക്ലാസ് റൂം എവിടെയൊക്കെയാണ് ഇരിക്കേണ്ടത്, അതുപോലെ അവരുടെ മെയിൻ ഷീറ്റ് ഉണ്ടല്ലോ അത് പൂരിപ്പിക്കാനൊക്കെ ഉള്ള കുട്ടികൾക്ക് എങ്ങനെയാണെന്നാവോ അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ്, ഇൻവിജിലേറ്റേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കും. ഭംഗിയായിട്ടെല്ലാം ഇപ്പോൾ തീരാറുണ്ട്. അത് തന്നെയാണ് സേതു. എന്തായാലും ടീച്ചർമാർക്ക് കൃത്യമായി തന്നെ കുട്ടികൾക്ക് നിർദ്ദേശമൊക്കെ നൽകാൻ കഴിയുന്നത്. അപ്പോൾ ടീച്ചർ ഓൾ ദ ബെസ്റ്റ് കുട്ടികൾക്കും. അത് തന്നെയാണ്. ടീച്ചർമാരെല്ലാവരും അവർ രാവിലെയൊക്കെ തന്നെ എത്തിയിട്ട സേതു. രാവിലെ ഒരു 6 മണിയോടുകൂടി തന്നെ ടീച്ചർമാരെത്തുന്നത്. ആ ചേട്ടനൊക്കെ ഇവിടെ ക്ലാസ് മുറിയൊക്കെ എല്ലാം തയ്യാറാക്കണേണ്. ക്ലാസ് മുറിയൊക്കെ എല്ലാം പിള്ളേർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാം റെഡിയാക്കണേ. അത് തന്നെ, എല്ലാം സെറ്റാക്കി വെച്ചേക്കണേ. അത് തന്നെയാണ് സേതു. കുട്ടികൾക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി ക്ലാസ് മുറികളൊക്കെ ശരിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി കുട്ടികൾ വരിക, അവർ പരീക്ഷ എഴുതുക, ആ ഒരു ഭയപ്പാടില്ലാതെ പരീക്ഷ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ മിസ്റ്റർ സഹിൻ ആന്റണി. സംബന്ധിച്ചിടത്തോളം 32,000 കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ശരി സഹിൻ. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ കുഞ്ഞു മക്കളെല്ലാം കൂട്ടുകാരൊക്കെ അടിപൊളിയായിട്ട് പോയി പരീക്ഷ എഴുതുക. ഒരു ടെൻഷനും വേണ്ട, നമ്മൾ സെറ്റായിട്ട് പൊളിച്ചടുക്കി പരീക്ഷയൊക്കെ എഴുതി തിരിച്ചു വരിക. കാരണം ഈ തോൽവിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് പോയി പരീക്ഷ എഴുതിയിട്ടൊക്കെ വരാം. എല്ലാ കുഞ്ഞു മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജുവും ഒപ്പം കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുമാണ് വിവരങ്ങൾ